തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്ത് അംഗത്തിന്റെ ആത്മഹത്യയിൽ CPIഎമ്മിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. ശ്രീജ ജീവനൊടുക്കിയത് CPM നേതാവായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ മനനൊന്താണ് എന്നാണ് വിമർശനം. മുൻ കൊട്ടക്കകം വാർഡ് മെമ്പർ ഷിജി കേശവൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ശ്രീയുടെ ഭർത്താവ് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നാട്ടിൽ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. മരിച്ച ശ്രീജയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി മേഘന മുരളി അവിടെ നിന്നും ചേരുന്നു. തത്സമയം മേഘന, ഇപ്പോൾ അവിടെ ഒരു പ്രതിഷേധമുണ്ട്. ഇത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെയാണെന്ന് വ്യക്തമാവുന്നു. KS ശബരിനാഥൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഒക്കെ അവിടെ കാണുകയും ചെയ്യുന്നുണ്ട്. എന്താണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രതിഷേധത്തിന് കാരണം? മൃതദേഹം അവിടെ എത്തിയോ? ആര്യനാട് ജംഗ്ഷൻ സാക്ഷ്യം വഹിക്കുന്നത് വലിയൊരു പ്രതിഷേധത്തിന് തന്നെയാണ്. അത് കോൺഗ്രസ് നേതാക്കളുടെ ഒരു വലിയ പ്രതിഷേധം ശ്രീജയുടെ മരണത്തിലുണ്ട് എന്നുള്ളതാണ്. കാരണം കൊട്ടയ്ക്കകം വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീജ അത് ഈ കഴിഞ്ഞ ഭരണസമിതി അധികാരത്തിൽ വന്നത് മുതൽ ജനകീയനാണ്. അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെ ഈ പ്രതിഷേധം നടക്കുന്ന ആര്യനാട് ജംഗ്ഷനിലടക്കം വളരെ ജനകീയനായിട്ടുള്ള ഒരു വാർഡ് മെമ്പറായിരുന്നു ശ്രീജ. ശേഷം ഈ CPMന്റെ വ്യക്തിഹത്യ നടത്തിയത് മൂലമാണ് ഈ ശ്രീജ ആത്മഹത്യ ചെയ്തത്. അത് ആസിഡ് കുടിച്ച് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത്. മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ആര്യനാട് ജംഗ്ഷനിൽ ഒരു പൊതുദർശനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന വേദിയിലേക്ക് കൊണ്ടുവരും. പക്ഷേ അതിനിടയിലാണ് ഇവിടെ ഇപ്പോൾ ഒരു പ്രതിഷേധം നടക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ CPIഎം പ്രാദേശിക നേതാക്കളുടെയും ഒരു വ്യക്തിഹത്യയും അതുപോലെ തന്നെ കള്ളി എന്ന് പറയുന്നു, അതുപോലെ തന്നെ കൊട്ടയ്ക്കകത്തെ കുറുവാ സംഘമാണ് ശ്രീജ എന്നടക്കമുള്ള വലിയ ആരോപണങ്ങൾ, അത് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ആ ആരോപണത്തിന് പുറത്താണ് ശ്രീജ ആത്മഹത്യ ചെയ്തത്. അതിൽ ഒരു മറുപടി പറയണം. അത് CPM പ്രാദേശിക നേതൃത്വം അടക്കം അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് ആര്യനാട് പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ മറുപടി പറയണമെന്നുള്ളതാണ് പ്രധാനമായും ഇവിടെ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരടക്കം ശബരിനാഥും ബിന്ദു കൃഷ്ണയടക്കമുള്ള DCC ഭാരവാഹികളടക്കം ഇവിടെ നേരിട്ടെത്തി പ്രതിഷേധത്തിന് നേതൃത്വം വഹിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ആംബുലൻസിൽ നിന്ന് മൃതദേഹം ഈ ആര്യനാട് ജംഗ്ഷനിൽ പൊതുദർശനത്തിൽ സജ്ജീകരിച്ച വേദിയിലേക്ക് ഇറക്കും. ഈ ആര്യനാട് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇന്നലെ ഇതേ സ്ഥലത്ത് വെച്ചാണ് CPMന്റെ ഒരു പ്രതിഷേധ സദസ്സ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ CPM വലിയ രീതിയിൽ ഇവിടെ ഒരു പ്രതിഷേധം നടത്തുകയും ചെയ്തു. ഇപ്പോൾ ശബരിനാഥിന്റെ ഒരു പ്രതികരണത്തിലേക്ക് തന്നെ പോകും. എങ്ങനെയാണ് നിങ്ങൾ ഇല്ല, ആര്യനാട് പഞ്ചായത്തിൽ ഏറ്റവും ഭൂരിപക്ഷം ലഭിച്ച ഏറ്റവും മികച്ച മെമ്പറായിരുന്നു ശ്രീജ. ഒരു സാധാരണ വീട്ടമ്മ കുടുംബിനിയായിട്ടുള്ള മെമ്പറായി വന്ന് ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില സാമ്പത്തിക ബാധ്യതകളുണ്ടായി, വീട്ടിൽ ഭർത്താവിന്റെ അസുഖങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ടായി. അവരെ ഇത്തരത്തിലൊരു കള്ളിയായിട്ടും ഇവിടെ ബാധ്യത ഉണ്ടാക്കിയാലായിട്ടും കുറുവാ സംഘം എന്നുള്ള പേരാണ് നീതമായിട്ട് ഉപയോഗിച്ചത്. അവസാനം ഇന്നലെ ഇതേ ജംഗ്ഷനിൽ ഈ ഗാന്ധി പ്രതിമയുടെ മുന്നിൽ അവർക്കെതിരെ ഹീനമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നാട് മൊത്തം പോസ്റ്ററും ഫ്ലെക്സും അടിച്ചുകൊണ്ടാണ് ആ അമ്മ ഇന്ന് മരണപ്പെട്ടത്. ഇത് കാലന്മാരാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയും ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. എങ്ങനെയാണിത്? ഒരു വ്യക്തിഹത്യ തന്നെയാണ് ആത്മഹത്യ? സമാനതകളില്ലാതെ ഒരു സ്ത്രീയെ വേട്ടയാടുന്ന CPM കാടത്തത്തിന്റെ ഇരയാണ് ഈ ആര്യനാട് പഞ്ചായത്ത് അംഗം ശ്രീജ. ഇന്നലെ ഈ കവലയിൽ, ഞങ്ങൾ ഈ സമരം ചെയ്യുന്ന കവലയിൽ വെച്ചാണ് ആ യുവതിയെ അങ്ങേയറ്റം അധിക്ഷേപിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊലപാതകങ്ങളെന്ന് അക്ഷരം തെറ്റാവുന്ന വിളിക്കാവുന്ന രീതി ഇവിടെ ആക്ഷേപിച്ചത്. അതിൽ മനം തന്നാണ് ശ്രീജയുടെ മകൾ 9 മാസം ഗർഭിണിയാണ്. ആ കുഞ്ഞിനെ പോലും മറന്നുകൊണ്ട് മരണത്തെ പുൽകാൻ ആ സഹോദരിയെ പ്രേരിപ്പിച്ചത് സമാനതകളില്ലാത്ത വേട്ടയാടലാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യണം. ആത്മഹത്യാ പ്രേരണയ്ക്ക് MLA മറുപടി പറയണം. തീർച്ചയായും പ്രജിൽ, ഇതേ ജംഗ്ഷനിൽ വെച്ചാണ് ഇന്നലെ CPM ശ്രീജയ്ക്കെതിരെ വലിയൊരു പ്രതിഷേധം നടത്തുന്നത്. അതിനെതിരെ വലിയ രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് രംഗത്ത് വരുന്നത്. എന്നാൽ ഇതിൽ CPMന്റെ ഭാഗമെന്ന് പറയുന്നത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന് പരാതി ലഭിച്ചിട്ടുണ്ട്. അത് ഈ ശ്രീജ പലയിടത്തു നിന്നും, അത് കുടുംബശ്രീയും CDSും അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ പലതരത്തിലും മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ഈ കടമെടുത്തിട്ടുണ്ടായിരുന്നത്. അത് വലിയ ബാധ്യതയാകുന്നു. പിന്നീട് ഈ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന് നാട്ടുകാരുടെ ഇടയിൽ നിന്നടക്കം പരാതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുള്ള ഒരു വിശദീകരണം. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത് ഈ വ്യക്തിഹത്യ, കാരണം ഇത് തികച്ചും വ്യക്തിപരമായി ശ്രീജ എടുത്ത കടമാണ്, പക്ഷെ അത് രാഷ്ട്രീയമായി ഉപയോഗിച്ചു, അങ്ങനെ അതിനൊരു മറുപടി പറയണമെന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുകയും കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ അതിൽ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ CPM പ്രാദേശിക ഘടകത്തിന് മുകളിലും ചുമത്തണമെന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ പ്രതിഷേധം കനക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ ആര്യനാട്
ആര്യനാട് ജംഗ്ഷനിലേക്ക് ഈ മൃതദേഹം എത്തിക്കും. ഒരു പൊതുദർശനം ഉണ്ടാകും. ആ പൊതുദർശനത്തിനിടയിലും വലിയ കോൺഗ്രസ് പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആ ഒരു പ്രതിഷേധത്തിന്റെ തുടർച്ചയാണ് ബിന്ദുകൃഷ്ണ അടക്കമുള്ള ശബരിനാഥ് അടക്കമുള്ളവർ ഇവിടെ ശബരിനാഥിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. ശരി, മേഘന മുരളിയാണ് ആര്യനാട് ജംഗ്ഷൻ വിശദാംശങ്ങൾ നൽകിയത്. വലിയ പ്രതിഷേധമാണ് പഞ്ചായത്ത് അംഗത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇപ്പോൾ അവിടെ ഉയർത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളിലേക്ക് ഇടവേള കഴിഞ്ഞു ബ്രേക്ക്.